ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുത്തെ ഫേമസ് ആയ എന്നൂരിലോട്ട്, ആദിവാസികളുടെ ഗ്രാമത്തിലോട്ട് പോവാൻ പോവുകയാണ്. നമ്മളുള്ളടത്തു നിന്ന് ബസ്സൊന്നും ഈ നേരത്തില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? നടക്കണം. അത് നമ്മുടെ കാട്ടില് 4 കിലോമീറ്റർ നടക്കണം. അങ്ങനെ നടന്ന് കാട്ടിക്കൂടെ നടന്ന് വേണം നമ്മുടെ ലൊക്കേഷനിലോട്ട് നമുക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് പോവാണ്. നമ്മള് ഒരു ജീപ്പ് യൂഷ്വലി ഇതിലേ പോവാറുണ്ട്. ജീപ്പൊന്നുമില്ല. അപ്പൊ ഇവര് രാവിലെ നേരത്തെ ഇറങ്ങണ ഇവര് നേരത്തെ ആ കാക്കയുടെ കൂടെയാണ് പോവാറ്. അതുകൊണ്ട് ആൾക്ക് വേണ്ടി ഞങ്ങൾ നേരത്തെ യാത്രയെ ഇറങ്ങാൻ വേണ്ടി. പക്ഷെ എന്ത് ചെയ്യാം, കാക്കയ്ക്ക് മിസ്സായി. ഞങ്ങളെ കിട്ടിയില്ല. കാക്കയെ ഞങ്ങൾ കണ്ടില്ല. പോയില്ലേലോ, ചിലപ്പോ അങ്ങനെയാവാം, അറിയത്തില്ല നമുക്ക്. എന്തായാലും യോഗ ഉണ്ട്. ഇവർക്ക് നോമ്പാണ് ഗൈസ്. എന്നിട്ട് ഇവര് നടക്കുകയാണ്. നമ്മള് ട്രാവലിന് വേണ്ടി ത്യാഗം ചെയ്യും. അതെ 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 അതെ. നോമ്പായ വീട്ടിലിരിക്കണം, ഇങ്ങനെ കറങ്ങി നടക്കല്ല ചെയ്യേണ്ടത്. പറഞ്ഞ കാക്ക ഒരു സെക്കൻഡ് മുന്നേ നമ്മളിത് ഷോർട്ട് കട്ടാണ്. ഈ ഷോർട്ട് കട്ടിലോട്ട് ഇറങ്ങിയതും ആ കാക്ക പാസ് ചെയ്തു. അതുകൊണ്ട് നമുക്കിന്ന് ജീപ്പ് മിസ്സായി ഗൈസ്. നമുക്ക് നോക്കാം, സാരില്ല. നമ്മളിത് ഡെയിലി നടക്കുന്ന വഴിയാണ്. ഇതൊക്കെ കണ്ടോ, കാടാണ്, ഫുൾ കാടാണ്. നല്ല രസമാണ് ഇതിൽ കൂടെയൊക്കെ നടക്കാൻ വേണ്ടിയിട്ട്. ഇടയ്ക്ക് ഇങ്ങനെ പാമ്പൊക്കെ ചത്ത് കിടക്കണ കാണാം. ഇതിൽ കൂടെ ആനയും പുലിയൊക്കെ ഉണ്ടെന്നാണ് നമ്മുടെ മിസ്സുമാരൊക്കെ പറയുന്നത്. ഇങ്ങനെ അധികം വീടൊന്നും ഇല്ല. അവിടെ ഇവിടെയും കുറച്ച് വീടാശൊക്കെ ഉണ്ട്. അറിയില്ല അറിയില്ല അറിയില്ല. നമ്മൾ എന്നൂരെത്തി ഗൈസ്. ഇതാണ്. എല്ലാരും ഹാപ്പി അല്ലേ? ഗൈസ് നമുക്കിവിടെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. എങ്ങനെ സൗണ്ട്? 11 kV സൗണ്ട്. സൗണ്ട് അതെന്തുകൊണ്ടാ? മുകളിൽ 11 kV ഉള്ളതുകൊണ്ട്. 11 kV സൗണ്ട്. തിന്നാൻ സാധനം വിൽക്കുന്ന സ്ഥലം എത്തി. സോറി, എവിടെ? ഇവൾ ബുദ്ധിയില്ലാത്ത രീതിക്ക് ബിഹേവ് ചെയ്യുക. ബുദ്ധിയില്ലാത്ത എല്ലാരും കൂടി ഒരു ട്രിപ്പ് പോന്നു. ബുദ്ധിയുള്ള ആളാണ് ഫ്രണ്ടിൽ ഞാൻ നയിക്കുന്നു. ബുദ്ധിയുള്ളവൻ. ഇല്ല, പോത്തുങ്ങൾക്ക് ഇവിടെ പ്രവേശനമില്ല. ചട്ടം. നമ്മൾ വഴി കണ്ടുപിടിക്കാൻ പോവാണ്. കുട്ടികൾക്ക് പെട്ടെന്ന് നല്ല രസമുണ്ട് ഗൈസ്. ചുറ്റും വീടുകൾ പോലെ വന്നിട്ട് അടിപൊളിയാണ്. നമ്മളോട് വന്നപ്പോൾ ഒരു സൂപ്പർ കാര്യം കണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വീട്ടിൻ്റെ അകത്ത് കയറി. അപ്പോഴാണ് നമ്മൾ തിരിച്ചറിഞ്ഞത് ഇവിടെ വയ്യാതെ ഒരു അപ്പൂപ്പൻ വർഷങ്ങളായിട്ട് മൂത്ത് നരച്ച് കിടക്കുന്നുണ്ടെന്ന്. ഈ കിണ്ണത്തിലാണ് അവർ ഫുഡ് കഴിച്ചിരുന്നത്. പലക. ഞങ്ങളുടെ പലക എന്ന് പറയുന്നത് എന്ത് ഇരിക്കണ സാധനത്തിനെയാ ഞങ്ങളുടെ പലക. കരണ്ടിയാ? ചൊരണ്ടി എടുക്കണ സാധനത്തിനാണ് കരണ്ടി. ഞങ്ങളുടെ ഉണ്ണിയപ്പം. ഇത് മറ്റേ വിളക്കല്ലേ? ഇത് തൂക്കുവിളക്ക്. വെണ്ടയ്ക്ക് അക്ഷരത്തിൽ തുടരുതെന്ന് എഴുതിയിട്ടുണ്ട് ഫ്രണ്ടില്. പീനട്ട് ബോക്സ്. സോറി, അവളെ പ്രോജക്റ്റിന് എടി ഞാൻ പ്രൊജക്ട് ചെയ്യുന്ന അതല്ലേ, അപ്പൊ അത് ഓർത്ത് ചെയ്തു.
നടക്ക്. കണ്ടുപിടിക്കാണ് guys. എന്താ തല്ലൂട്ടാ. നീ എന്ത് പറയുന്നു? ഫസ്റ്റ് പറയണായിരുന്നു കണ്ടുപിടിച്ച് ഇത്ര ഡിബേറ്റിന് ആലും അറിയാലോ ഒന്ന്. ഇല്ല. എല്ലാ ആലല്ലേ ഒന്നേ പറയാറുള്ളൂ, അല്ലാതെ ഇത് അരയാല് പേരാല് അങ്ങനെ പറയാറില്ലേ. ഓ, ആലിന്റെ കൊറേ വേർഷൻസ്. അപ്പൊ നമ്മളോട് കൊറേ പേര് ഇട്ടിട്ടില്ലേ? തീട്ടമല്ലി, കെട്ടമല്ലി. ഇതൊക്കെ വീഡിയോ വീഡിയോ വരും. ഒരു പെണ്ണ് നിന്നെ വീഴ്ത്തിയിട്ടു, നാണമില്ലത്. അയ്യോ, പക്ഷെ എല്ലാത്തിനും നീ നിന്ന് കൊടുത്തിട്ടല്ലേ, നീ മണ്ടൻ. ഇപ്പൊ നമ്മൾ എന്തിനാണ് പോകുന്നത്? ടോയ്ലറ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിട്ട്. സ്മെല്ലുണ്ടോ? എന്താടാ ഇവിടെ നോർമലാ? നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞു ഗൈസ്. നമ്മൾ യാത്ര തിരിച്ചു പോവുകയാണ്.